മുണ്ടക്കയിലാണുള്ളത്. ശക്തമായ മഴ ഈ മേഖലയിൽ നിലനിൽക്കുകയാണ്. അത് ഈ രക്ഷാപ്രവർത്തനത്തെയും അതോടൊപ്പം തന്നെയുള്ള ഈ ഇത്തരം ദൗത്യത്തെയും ബാധിക്കുമെന്ന് പറയാം. കാരണം വലിയ വെല്ലുവിളി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ആഞ്ഞുകുത്തി പെയ്യുന്ന മഴ, ആ മഴ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് കുഴിച്ചു നോക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. അനന്തകൃഷ്ണൻ, ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ ഉണ്ടാകുകയാണ്. ഇത് വലിയ വെല്ലുവിളി തീർക്കില്ലേ? തീർച്ചയായിട്ടും രാഗൻ, മുണ്ടക്കയിൽ ഇപ്പം ശക്തമായ മഴ, അതിശക്തമായ മഴയാണ് മുണ്ടക്കയിൽ. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. ഇന്ന് ഉച്ചവരെ ഈ മഴ ശാന്തമായിട്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇവിടെ വളരെ വേഗത്തിൽ നടന്നിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിന് കുറേയധികം യന്ത്ര സഹായങ്ങളും ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി, വലിയ മഴ മുണ്ടക്കയിൽ പെയ്യുന്നു. മുകളിൽ ആ പുഴയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജലം താഴേക്ക് ഒലിച്ചു വരുന്നുണ്ട്. ഇവരിപ്പോൾ പ്രധാനമായും രാഗൻ ഈ കെട്ടിടങ്ങൾക്ക് ഇടയിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങളുണ്ട്, കുറേയധികം വീടുണ്ട്. ചില വീടുകൾ കാണാനില്ല. അപ്പോൾ അവിടെ സജി ആ ക്യാമറ വലതുഭാഗത്തേക്ക് തിരിച്ചാൽ അവിടെ കുറച്ചധികം വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിൽ ഒരു വീട്ടിൽ തന്നെ 11 പേരുണ്ടായിരുന്നു. അവരെ കാണാനില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു ആള് ഇവിടെ സഹായത്തിന് വേണ്ടിയുണ്ട്, നാട്ടുകാരൻ. അപ്പോൾ അയാൾ പറയുന്നത് ഒരുപാട് പേരെ ഇനിയും കിട്ടാനുണ്ട്. ഈ കെട്ടിടത്തിനകത്തൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. ചിലരൊക്കെ ഇങ്ങോട്ട് ഓടി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് അനന്തകൃഷ്ണൻ, അതായത് എനിക്ക് മനസ്സിലാക്കുന്നില്ല, അവർക്കടക്കം സംശയമുള്ളത് ഇത്തരത്തിൽ ശക്തമായി ഇത് വന്നപ്പോൾ വീടുള്ള സ്ഥാനത്ത് ഈ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല. മറിച്ച് ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പല ആളുകളും ഒഴുകിപ്പോയിരിക്കുന്നു എന്ന് വേണം പലർക്കും മനസ്സിലാക്കുന്നു. ഈ ചൂരൽമലയുടെ താഴ്ഭാഗത്തേക്കായിരിക്കണം ഇവിടെ നിന്ന് കൂടുതൽ പേരും ഒലിച്ചു പോയിട്ടുള്ളത്. കാരണം ഇവിടെ എല്ലാം ഈ വീടിരുന്ന ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയിട്ടും അധികം ശരീരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് വീടുകളുണ്ട്. കാരണം കൃത്യമായിട്ട് ഇത് വീടുകൾ എവിടെയൊക്കെയായിരുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ സൈഡ് മുഴുവൻ അടുത്തടുത്ത് നമ്മളിവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ തൊട്ടടുത്തടുത്തടുത്ത് വീടുകളായിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ ഈ റെസ്ക്യൂ ഡ്രൈവർമാർ, മുകളിൽ നിന്ന് വന്ന റെസ്ക്യൂ ഡ്രൈവർമാർ പറയുന്നത് മുകളിലും ശക്തമായ മഴയാണ്. അതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ദുസ്സഹമായിരിക്കുന്നു. അവിടെ നിന്ന് കൂടുതൽ സംഘങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ശക്തമായ മഴയാണല്ലേ ആ മേഖലയിൽ? ഭയങ്കര വേണ്ട. ഞങ്ങളിപ്പോൾ താഴത്തെ സെർച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് തന്നെ 2 ഫാമിലി എടുത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മേളിൽ ഞങ്ങളുടെ STO സാർ ഉൾപ്പെടെയുള്ള ക്രൂ അവിടെ ഉണ്ട്. അപ്പോൾ അതിശക്തമായ മഴ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴയാണ്. അതിശക്തമായതുകൊണ്ട് ഇനിയും ചാൻസ് ഉള്ളതുകൊണ്ട് ക്രൂവിനെല്ലാം ബാക്കപ്പ് ചെയ്യും. റെസ്ക്യൂ ഓപ്പറേഷൻ ഇല്ല, താഴേക്ക് മേളിൽ റിസ്ക് ആണ്, സാധ്യതയുണ്ട്. വളരെ റിസ്ക് എന്നാണ് അറിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് ബാക്കപ്പ് ചെയ്യണം. ഞങ്ങളെ മേളിലേക്ക് വിട്ടത് വണ്ടി ഉൾപ്പെടെ നമ്മൾ ബാക്കപ്പ് ചെയ്യണം, ബാക്കിലേക്ക് പോവുകയാണ്. ഇനി താഴെ ഇനി ക്ലൈമറ്റ് മാറിയതിന് ശേഷം ഉണ്ട്. നമ്മുടെ ടീം വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഫയർഫോഴ്സിന്റെ ഇവർ പറയുന്നത് മുകളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴും അപകടാവസ്ഥയാണ് അവിടെ. ഇടയ്ക്ക് ഭാഗത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. ആ ഉരുൾപൊട്ടിയ ഭാഗത്ത് വലിയ തോതിൽ മഴ പെയ്യുന്നു. ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ മഴ മുകളിലുണ്ട്. അവിടെ നിന്ന് വന്ന ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീം പറയുന്നത് അവിടെ അതിശക്തമായ മഴയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ താഴേക്ക് വന്ന് ഇപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇനി സെർച്ചിങ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. മുകളിലത്തെ റെസ്ക്യൂ ഇനി നടക്കില്ല. അവിടെ നിൽക്കുന്നത് അപകടമാണ്, മനുഷ്യന് അപകടമാണ്. അതുകൊണ്ട് അവരെല്ലാം താഴേക്ക് വന്ന് ഇനി താഴ്വാരത്ത് ഈ മുണ്ടക്കയുടെ ടൗൺ മേഖലയിൽ സെർച്ച് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മുകളിൽ നിന്ന് വെള്ളവും ശക്തമായിട്ട് വരുന്നുണ്ട് പുഴ വഴി. നേരത്തെയൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിലും അത് ചെറിയ തോതിലായിരുന്നു മഴ, അല്ലെങ്കിൽ കോടയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ അപ്പുറമുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് ഗ്രാജുവേറ്റാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയത്. രാവിലെ നമ്മൾ വരുമ്പോൾ നേരിയ ചാറ്റൽ മഴകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കോട നിറഞ്ഞു, വെയിൽ വന്നു ഇടയ്ക്ക്. അപ്പോഴൊക്കെ വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പൊ സ്ഥിതി മാറി, ഇവിടെ മുഴുവൻ ചെളിക്കുളമായി മാറി. സജി ആ ക്യാമറ ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര മഴയാണ്. അതിശക്തമായ കോരിച്ചൊരിയുന്ന മഴയെന്ന് പറയാം. ആ ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടി വന്നത്. അതിന് തൊട്ട് മുകളിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രം. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ വശത്തുള്ള ആ അങ്ങനെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഓർക്കണം, അവിടെ ഒരുപാട് ആളുകളെ മണ്ണിനടിയിലേക്ക് ആഴ്ത്തിയ, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ ഒരു ദുരന്ത മേഖലയിൽ ആളുകൾ അവിടെ നിന്നാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്, അവിടെ നിന്നാണ് തിരച്ചിൽ നടത്തുന്നത്. അവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്.